കോഗ്നിറ്റീവ് സൈക്കോളജി അനുസരിച്ച് മനുഷ്യൻ്റെ തലച്ചോറ് ചില സമയങ്ങളിൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുക്കും. അഥവാ മനസ്സിലിങ്ങനെ തോന്നുന്ന ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അസംഷൻസിനെ വെച്ചുകൊണ്ട് ഇതാണ് ശരിയെന്നങ്ങ് തീരുമാനിച്ച് മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ ചിരിക്കാത്തത് എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അയാൾ സംസാരിക്കാത്തത് അയാൾ ഒരു അഹങ്കാരി ആയതുകൊണ്ടാവാം. ഇങ്ങനെ വ്യക്തികളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ മനസ്സിൽ തോന്നുന്ന ഊഹങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തി വിധി എഴുതി മുന്നോട്ട് പോകുന്ന രീതി, അത് ആ രൂപത്തിൽ വിശ്വസിക്കുക മാത്രമല്ല മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് എറർ ഇൻ തിങ്കിങ്. ചിന്തിച്ചുണ്ടാക്കുന്നതിൻ്റെ നേർ വിപരീതമായിരിക്കും ചിലപ്പോൾ യാഥാർത്ഥ്യം എന്നുള്ളത്. നമ്മൾ കരുതിയതോ നമ്മൾ ഊഹിച്ചതൊന്നും ആയിരിക്കില്ല യാഥാർത്ഥ്യം. ബന്ധങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സ്ഥിരമാവാനും ഒരു റിലേഷൻഷിപ്പിനിടയിൽ വിള്ളൽ വീഴാനും ഇത് കാരണമായിട്ട് മാറും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ വേഴ്സ് നമ്പർ 12 ഈ വിഷയം കൃത്യമായിട്ട് ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ. ഊഹാപോഹങ്ങളിൽ നിന്ന് അധികവും നിങ്ങൾ അവഗണിക്കണം, കാരണം അത് അധികവും തെറ്റായിട്ട് ഭവിച്ചേക്കാം എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അതിനെ താക്കീത് ചെയ്യുന്നുണ്ട്. അഥവാ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ, നോളജ് ഇല്ലാതെ ഒരു വിഷയം ഊഹിച്ചുണ്ടാക്കി അത് ശരിയാണെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ നമ്മൾ ഊഹങ്ങൾ മനസ്സിൽ വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഒരു ബുദ്ധിയുടെ ഒരു പരിമിതി അല്ലെങ്കിൽ സ്വാഭാവികത മാത്രമായിട്ട് കണ്ട് അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് പ്രധാനം.